എടി ആനി, ആനി. ഓ, ദാ വരുന്നു. എന്താ? എടി, നാളെ ഈസ്റ്റർ ആണെന്നുള്ള കാര്യം നീ മറന്നോ? അതാ ഞാനും ചോദിക്കണത്. ഇച്ചായൻ മറന്നോ? ഇപ്പൊ ചോദ്യം എന്നോടായോ? അല്ല, ഇങ്ങനെ ഇരുന്നാൽ മതിയോ? നാട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങണ്ടേ? എന്തു വാങ്ങാൻ? ഓ, കുന്തം. കുന്തമല്ലടി, ഒരു കുപ്പി വാങ്ങണമെന്നുണ്ടായിരുന്നു. ദേ ഇച്ചായ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ കൊല്ലത്തെ ഈസ്റ്റർ ഓർമ്മയുണ്ടോ? അന്ന് ഈസ്റ്റർ ഒന്ന് അടിച്ച് ഫിറ്റായി കിടുന്നത്. അതൊരബദ്ധം പറ്റിയതല്ലേ, നീ ക്ഷമിക്കേ. അന്ന് അവറാച്ചൻ ഫ്രീ ആയി ഒരു കുപ്പി വരുമ്പോ വാങ്ങാതിരിക്കാൻ പറ്റുമോ? ഇപ്രാവശ്യം ആവർത്തിക്കില്ല, സത്യം. ഓ ഉവ്, കണ്ടറിയാം. ഓസിന് കിട്ടിയാൽ ലാസറും കുടിക്കുന്ന ആളാ. നീ എന്തോടി പറയുന്നേ? ഇപ്രാവശ്യം ഈസ്റ്റർ നമുക്ക് പൊടി പൊടിക്കാം. എങ്കിലേ നാളെ നമുക്ക് മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം. എന്താ? മട്ടൻ ബിരിയാണി എങ്കിൽ മട്ടൻ ബിരിയാണി. നീ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ലിസ്റ്റ് താ. ഒരു 2000 രൂപയും കൂടി എടുത്തോ. ഭർത്താവേ, 2000 രൂപയോ? എന്തിന്? ഇടി, 1.5 കിലോ മട്ടന് തന്നെ 1200 രൂപ ആകും. പിന്നെ ബാക്കി സാധനങ്ങൾ വാങ്ങിക്കട്ടെ. അതാര് വാങ്ങിക്കൂ? നിന്റെ അമ്മായിയപ്പം കൊണ്ടുവരുമോ? ഉവ്വ്, അതെ, എൻ്റെ അമ്മായിയപ്പനോട് തന്നെ ചോദിക്കേണ്ടി വരും. ഇപ്പൊ എൻ്റെ കയ്യിൽ 1000 രൂപയേ ഉള്ളൂ. ബാക്കി നിങ്ങൾ എവിടെന്നെങ്കിലും പോയി ഒപ്പിക്കാം. ഇതാ ലിസ്റ്റ്. അല്ല, ഞാൻ നിനക്ക് 5000 രൂപ കഴിഞ്ഞ ആഴ്ച തന്നില്ലേ? ആ രൂപ ഇവിടെ. അത് വിനയിച്ചായ, ഞാൻ 4000 രൂപയ്ക്ക് സാരി എടുത്തു. ഈസ്റ്റർ അല്ലേ, നല്ല സാരി എടുത്തുകൊണ്ട് പള്ളിയിൽ പോകണ്ടേ ചായ? എന്റെ കർത്താവേ, ഒരു തരം പള്ളിയിൽ പോവാൻ 4000 രൂപയുടെ സാരിയോ? ഇനി ആദ്യം ഇതൊന്നും ആലോചിച്ചോണ്ടിരിക്കണ്ട. പെട്ടെന്ന് പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവാ. പിന്നെ ഒരു കാര്യം, അവറാച്ചന്റെ വീട്ടിലൊന്നും പോകരുത് കേട്ടോ. ശരി, പോയിട്ട് വരാം. ഈ ഇച്ചായനെ എവിടെ പോയിരിക്കാ? ഉച്ചയാകാറായി. ഫോൺ ബെല്ലടിക്കുന്നല്ലോ. ഹലോ, ഇതാരാ? അവറാച്ചനോ? ഇച്ചായൻ അവിടെ ഉണ്ടെന്നോ? എന്തു പറ്റി എന്റെ കർത്താവേ? ഫിറ്റായി കിടക്കുവാണെന്നോ? ആ ഫോണൊന്ന് ഇച്ചായന് കൊടുത്തേ. ആനി, ഇത് ഞാനാടി, എന്നോട് ക്ഷമിക്കടി. ഇച്ചായ, ഇതെന്ത് പണിയാ കാണിച്ചേ? അവറാച്ചന്റെ കയ്യിൽ നിന്ന് ഓസിന് കിട്ടിയപ്പോ വാങ്ങി കുടിച്ചു അല്ലേ? അങ്ങോട്ട് പോകലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇങ്ങോട്ട് വാ, ഞാൻ ശരിയാക്കി തരാം. എടി, പറ്റിപ്പോയി. ഞാൻ വരുമ്പോ 2 ബിരിയാണി വാങ്ങിക്കൊണ്ടുവരാം. ഓക്കേ? എന്നാലേ ബിരിയാണി വാങ്ങി നിങ്ങൾ തന്നെ തിന്നോ. ഞാൻ എന്റെ വീട്ടിൽ പോവാ. ഈ ചായൻ ഒരിക്കലും നന്നാകില്ല. നന്നാകൂടി, ഈ ചായ നന്നാകും. ഒന്നുകിൽ ഈ ഈശ്വരനെ, അല്ലെങ്കിൽ അടുത്ത ഈശ്വരനെ. ഉവ്വ്, നന്നാകും. എന്റെ വിധി. ഞാൻ ഫോൺ വെക്കുവാ. എടി, ഫോൺ വെക്കല്ലേ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഹലോ, ഫോൺ വെച്ചോ? ഇതാ പറയുന്നത്, ഇവള് നന്നാകൂലെന്ന്. ഈശ്വര കഴിയുന്നതിന് മുമ്പ് വീട്ടിലെത്താൻ കഴിയുമോ എന്തോ. എന്തായാലും ഇതോടുകൂടി ഈ ചായൻ കൊടി നിർത്തി. അപ്പോൾ അവറാച്ച, ഞാൻ പോവുക. എല്ലാവർക്കും ഇച്ചായൻ്റെ ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ.